Friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേഷൻ എക്സ്കേർഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ അഥവാ മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാഡീയ ഏകോപനം എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതിലെ വിലയിരുത്തൽ പ്രവർത്തനം അഥവാ ലെറ്റ്സ് അസസ് പ്രവർത്തനവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം എക്സാമിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Why are some drugs and glucose injected directly into the blood? ചില മരുന്നുകളും ഗ്ലൂക്കോസും നേരിട്ട് രക്തത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്തിനാണ് നേരിട്ട് ബ്ലഡിലേക്ക് കുത്തിവെക്കുന്നത്? എന്തുകൊണ്ടാണ്? The drugs and glucose injected directly into the blood reach all parts of the body. രക്തത്തിൽ നേരിട്ട് കുത്തിവെക്കുന്ന മരുന്നുകളും ഗ്ലൂക്കോസും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേഗത്തിൽ എത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റം? എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. രക്തപര്യന വ്യവസ്ഥ എന്നിവ ചേർന്ന ഹൃദയം എന്നിവ ചേർന്ന ഒരു സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം? രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്താണ്? ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ടു ട്രാൻസ്ഫർ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ വിത്ത് ബ്ലഡ് from the heart to all part of the body and also to carry carbon dioxide rich blood from different parts of the body to heart. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തുന്നതും ആണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, വൈ ഈസ് ബ്ലഡ് ഇൻ റെഡ് കളർ? രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറം ഉള്ളത്? The red color of the blood is due to the presence of a pigment called hemoglobin. Iron and protein are the main components of the hemoglobin. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനും ആണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ഇൻക്ലൂഡ് അയൺ റിച്ച് ഫുഡ് ഇൻ യുവർ ഡയറ്റ്? ഇരുമ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. Iron and protein are the main components of hemoglobin, so it is important to include iron-rich food in our diet. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ. അതുകൊണ്ട് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്? മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലെഞ്ചഡ് ഫിസ്റ്റ്. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ ദ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കോൾഡ് എ പെരികാർഡിയം. ദ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചാമ്പേഴ്സ്. ഹൃദയത്തിന് ഒരു മുഷ്ടിയോളമാണ് വലുപ്പമുള്ളത്. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഏഴാമത്തെ ചോദ്യം നോക്കാം, വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ മെയിൻറ്റെയിൻ ഹെൽത്തി ഹാർട്ട്? ഹൃദയാരോഗ്യം നിലനിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വി ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് through good food habits, regular exercise and better lifestyles. ശരിയായ ആഹാരശീലങ്ങൾ, വ്യായാമ ജീവിതചര്യകൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് എക്സ്കേർഷൻ? എന്താണ് വിസർജനം? Excursion is the process of elimination of urea, excess water, salts, etc. that are produced in the body as a result of life processes. ജീവൻ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. 9th question, what are the health problems that will occur if you don't drink enough water and urinate at regular intervals?
ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊക്കെ ചെയ്യാറുള്ളതാണല്ലേ. ഇതേപോലെ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മൂത്രമൊഴിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നീസ് ഫാക്ടേഴ്സ് അഡ്യൂക്കേറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ. ഇഫ് വി ഡോണ്ട് യൂറിനേറ്റ് ഫോർ എ ലോങ് ടൈം പാത്തോജൻസ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ഇൻ ദ യൂരത്തറ ആൻഡ് ബ്ലാഡർ ലീഡിംഗ് ടു ഇൻഫെക്ഷൻ വിച്ച് കോസസ് പെയിൻ ഇൻ ദ ലോവർ അബ്ഡോമൻ ആൻഡ് എ ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധകൾ ഉണ്ടാകും. ഇതുമൂലം അടിവയറ്റിൽ വേദനയുണ്ടാക്കുകയും മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും വേദനയും അനുഭവപ്പെടുകയും ചെയ്യാം. അടുത്ത 10ാമത്തെയാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്കിൻ? ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? Sweat is produced by sweat glands in the skin. Excess water and salt in the body are eliminated through sweat. Protection in the body by covering it and sensing touch are also the function of skin. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിന്റെ ധർമ്മമാണ്. 11ാമത്തേത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ലിവർ? കരളിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? It destroys the harmful chemical substances reaching through the blood. Bile that is essential to digest fat is also synthesized in the liver. Liver converts harmful ammonia produced by the breakdown of nutrients into less toxic urea. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിന് ഹാനികരമായ അമോണിയയെ കരൾ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ലിവറിന്റെ ഫങ്ഷൻസ്. 12 വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ? മസ്തിഷ്കത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? Some of the major functions of the brain are to control movement of various muscles of the body, coordinate or activities of the body, and give instructions to the cells. The brain is the center of vision, hearing, memory, intelligence, imagination and emotions. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. 13 വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്? കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? As a natural biological process, many physical changes occur during this period. Brain development, sudden increase in height and weight, increased efficiency of glands, etc. are the characteristics of this period. സ്വാഭാവികമായ ഒരു പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്ന് ഉണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ സവിശേഷതകളാണ്. 14 വാട്ട് ഈസ് മെൻസ്ട്രേഷൻ? എന്താണ് ആർത്തവം എന്ന് പറഞ്ഞാൽ? Many kinds of preparations for reproduction take place in the uterus of the woman every month. Numerous blood vessels and tissues develop in the inner layer of the uterus. If pregnancy does not happen, these preparations become fertile. Then the newly formed the blood vessels and tissues collapse. Blood vessels and tissues collapse. Blood vessels and tissues shedded off from the uterine wall gets expelled from the body along with the blood. This process is called menstruation. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിലുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തരോമികളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് നമ്മൾ ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യം വാട്ട് ആർ ദ ഹൈജീൻ പ്രാക്ടീസസ് ടു ഫോളോ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ? ആർത്തവ സമയത്ത് പാലിക്കേണ്ട ശുചിത്വ രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യാം? വാട്ട്സ് hands with soap and after using a menstrual cup, sanitary napkins or cloth wash and
What should be taken to change sanitary napkins or cloth after every 4 to 5 hours as പാർട്ട് ഓഫ് ക്ലീൻനെസ്. മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിന്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. വിലയിരുത്താൻ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏത്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരള്, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ബി ശ്വാസകോശം. ഓക്കെ, ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഹൃദയം എന്നുള്ളതാണ്. In English medium, let's assess first question. Which among the following organs does not perform the function of excretion? Kidney, liver, heart, lungs. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹാർട്ട് ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എ ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു, ബി എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ്, സി കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ, ഡി പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ഇംഗ്ലീഷ് മീഡിയം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? Pulse rate increases while running. B. All individuals have the same pulse rate. C. Pulse rate can be checked at the worst only. D. Pulse rate and heart rate are different. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിങ് എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂത്രാശയ രോഗങ്ങൾ തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. ഇതൊക്കെയാണ് മൂത്രാശയ രോഗങ്ങൾ തടയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നാലാമത്തേത്, ആർത്തവകാലത്ത് ഉണ്ടാകാൻ ഇടയുള്ള ശാരീരിക അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. അഞ്ചാമത്തേത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. സമർത്ഥിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. അതുകൊണ്ടാണ് മസ്തിഷ്കം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ്? യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്? ഡ്രിങ്ക് ഇനഫ് വാട്ടർ, നന്നായിട്ട് വെള്ളം കുടിക്കുക, യൂറിനേറ്റ് റെഗുലർലി, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, കീപ്പ് പേഴ്സണൽ ഹൈജീൻ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫിസിക്കൽ ഡിസ്കംഫേർട്സ് ദാറ്റ് മേ ഒക്കർ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ? മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമുക്കുണ്ടാവുന്ന ഫിസിക്കൽ ഡിസ്കംഫേർട്സ് എന്തൊക്കെയാണ്? Some people may experience severe abdominal pain, vomiting, back pain and leg cramps before and during menstruation. Some people may also develop excessive anger and anxiety during this period. എന്നാണ് ചില ആളുകൾക്ക് നന്നായിട്ട് അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും, ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും, ലെഗ് ക്രാംസ് ഉണ്ടായിരിക്കും. അത് ബിഫോർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഡ്യൂറിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നന്നായിട്ട് ദേഷ്യവും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. Fifth question, the most important organ in the human body is the brain. Substantiate എന്താണ്? ചില മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The brain controls the movements of various muscles of the body, coordinates all activities of the body and give instructions to the cell. The brain is the center of vision, hearing, memory, intelligence, imagination and emotions. Thus, brain is the most important organ in the human body. മനുഷ്യ ശരീരത്തിലെ ഓരോ മൂവ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യുന്നതും സെൽസിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കോർഡിനേഷൻസും ഒക്കെ നൽകുന്നത് ബ്രെയിനാണ്. അതുപോലെ തന്നെ വിഷൻ്റെയും ഹിയറിങ്ങിൻ്റെയും ഇമാജിനേഷൻ, ഇൻ്റലിജൻസ് ഇതിൻ്റെയൊക്കെ സെൻറ്റർ എന്ന് പറയുന്നതും ബ്രെയിനാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ലെറ്റ്സ് അസസ്സിലെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് പുതിയ ചാപ്റ്ററാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.